നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. BJP പട്ടികജാതി മോർച്ചയുടെ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ മണ്ണുത്തി, ഒല്ലൂക്കര, പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. വിശദമായ വാർത്തകളിലേക്ക്. BJP പട്ടികജാതി മോർച്ചയുടെ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ യോഗം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പട്ടികജാതി സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും മുൻ ഇടതു സർക്കാരിന്റെ പട്ടികജാതി വിരുദ്ധ നയങ്ങളാണ് നിലവിൽ തുടരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ പട്ടികജാതി സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സമഗ്ര പഠനം നടത്തി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാർ പട്ടികജാതി വികസന നയം പ്രഖ്യാപിച്ചിരുന്നില്ലെന്നും നിലവിലെ സർക്കാർ അടിയന്തരമായി പട്ടികജാതി വികസന നയം പ്രഖ്യാപിക്കണമെന്നും പന്തളം പ്രതാപൻ ആവശ്യപ്പെട്ടു. മുഖ്യപ്രഭാഷണം നടത്തിയ BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്, പട്ടികജാതി സമൂഹത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനും അട്ടിമറിക്കാനുമാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ വകുപ്പ് മന്ത്രിക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. BJP പട്ടികജാതി മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷത വഹിച്ചു. സിറ്റി ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട്, നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൊട്ടാരത്ത്, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, സെക്രട്ടറിമാരായ ശരത് മൂത്തേടത്ത്, സജീവ് പള്ളത്ത് തുടങ്ങിയവരും സംസാരിച്ചു. സോഷ്യൽ മീഡിയ IT കൺവീനർ ശ്രീജിത്ത് വാടാനപ്പള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറി വിജിത് പാറളം, രതീഷ് നിലത്തുരുത്തി എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രതിഷേധ മാർച്ച് കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുത്തുകൊണ്ട് തരാത്ത സ്ഥിതിയിലേക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും തുടർന്ന് വന്ന UDF ഗവൺമെന്റിന്റെയും നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ എല്ലാം നൽകുന്നത് പട്ടികജാതി വിഭാഗങ്ങൾക്കാണെന്ന് വാദോരാതെ പ്രസംഗിക്കുന്ന CPM-ഉം കോൺഗ്രസും, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ വചനങ്ങളാണ് ഇന്ന് വ്യാജേന നടത്തുന്ന ചില സമരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 10-11 വർഷക്കാലമായി ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഒരു സാംസ്കാരിക നായകന്മാരും ഒരു ചലച്ചിത്ര രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ജനപ്രതിനിധികൾക്കു നേരെയുള്ള കേന്ദ്രസേനയുടെ ജനാധിപത്യ വിരുദ്ധമായ കയ്യേറ്റ നടപടികൾക്കെതിരെയും മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച് മഹാത്മാ സ്ക്വയറിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ VV ജോബി, അബൂബക്കർ മണ്ണുത്തി, ജോണി അരിമ്പൂർ, ബേബി പാലോലിക്കൽ, R സദൻ, രവീന്ദ്രൻ കരുമത്തിൽ, RA ബാവ, സഫിയ നിഷാദ്, KK കാസിം, KP രവി, V ഹരിദാസ്, കരീം ഖാൻ, ജോസ് പുലിക്കോട്ടിൽ, T ഹരിദാസ്, KH മജീദ് എന്നിവർ നേതൃത്വം നൽകി. രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തിന് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KM വിജയകുമാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ജയ് കോൺഗ്രസ്. ബഹുമാന്യനായ ഈ പ്രതിഷേധ സമരത്തിന്റെ നായകൻ MU മുത്തു, നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി ഡൽഹി പ്രക്ഷോഭങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷ അതുപോലെ തന്നെ JEE പരീക്ഷകൾ നടക്കുമ്പോൾ അതൊക്കെ തന്നെ നിഷ്പക്ഷമായി വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ ലഭിക്കാവുന്ന, യോഗ്യതയുള്ളവർക്ക് സെലക്ഷൻ ലഭിക്കാവുന്ന രീതിയിൽ നടപടികൾ നടക്കേണ്ടതുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ
നടപടികളിലൂടെ കുട്ടികൾക്ക് എവിടെയും എത്താത്ത തരത്തിലേക്ക് സംവിധാനത്തെ മാറ്റുകയാണ്. അതിനെതിരെ രാഹുൽ ഗാന്ധി നിരന്തരമായിട്ടുള്ള സമരത്തിലാണ്. പിന്നീട് നിഷ്പക്ഷമായിട്ട് ഡൽഹിയിലെ വിദ്യാർത്ഥികൾ സംഘടിക്കുകയും ധർമ്മപ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിഷേധ സംവിധാനങ്ങളുമായി കുട്ടികൾ മുന്നോട്ട് പോവുകയുമായിരുന്നു. ആ സമരത്തെ ചോരയിൽ മുട്ടിക്കൊല്ലുന്ന നടപടിക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എംപിമാരുടെ നേതൃത്വത്തിൽ മല്ലികാർജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പ്രധാനമന്ത്രിയെ അറിയിക്കാൻ വേണ്ടി ചെന്ന രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ നേതാക്കളെ ചോര ഒലിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ചെയ്ത സർക്കാർ നടപടിയിൽ നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനുള്ള കോൺഗ്രസ് പ്രവർത്തകർ, മജ്ജയും മാംസവുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ, മനസ്സിൽ വികാരമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിക്കുന്നു. ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുത്തൂർ സെന്ററിൽ പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ കാവ്യ രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനീഷ് പ്ലാശ്ശേരി, മണ്ഡലം വൈസ് പ്രസിഡന്റ് റെജി ജോർജ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഡേവിസ് കൂനൻ, ബൈജു കൊടിയൻ, KT എബ്രഹാം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയങ്ക സനീഷ്, O ശോഭാചന്ദ്രൻ, UK സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഭാവി നയിക്കും നീറ്റ് പരീക്ഷ, ഭാവി നയിക്കും നീറ്റ്. നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു രാജ്യത്തിന്റെ പ്രതിഷേധം, രാജ്യത്തിന്റെ പ്രതിഷേധം. നമ്മുടെ നാടിൻ നന്മയ്ക്കായി, നമ്മുടെ നാടിൻ നന്മ ദ്രോഹിച്ച കേന്ദ്ര സർക്കാരിനെതിരെയും അത് കണ്ട് അതിനെതിരെ പ്രതികരിച്ച രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമരം നടത്തിയപ്പോൾ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ന് പോലും നോക്കാതെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്ന് രാജ്യത്തും സംസ്ഥാനത്തും ജില്ലകളിലും മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഭാരവാഹികൾ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ടവർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിവിടെ നടക്കുന്ന ധാർമ്മിക സമരം എന്തിനു വേണ്ടിയാണെന്നുള്ളത്. ഒരു കുട്ടിയുടെ ഏറ്റവും അഭിലാഷം അല്ലെങ്കിൽ അവരുടെ പരീക്ഷയുടെ പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വ്യാപകമായ സമരം നടക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവി നിശ്ചയിക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചുവടുവയ്പായ നീറ്റ് എക്സാമാണ്, UG നീറ്റ് എക്സാമാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ഐക്യദാർഢ്യം അർപ്പിച്ച് സമരം ചെയ്ത പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ആക്രമിച്ച് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. PDP തൃശൂർ ജില്ലാ നേതാവ് ജെൻസൺ ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുസ്തഫ പുലിക്കണ്ണി സ്വാഗതവും അഹമ്മദ് ഖാൻ, ഫിറോസ് തോട്ടപ്പടി, ഫൈസൽ, ഖാദർ മദലകം, മജീദ് മുല്ലക്കര എന്നിവരും സംസാരിച്ചു. മോദി സർക്കാരിന്റെ ഏകാധിപത്യ നിലപാട് നടപ്പാവില്ല എന്നും
നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാൻ കൂട്ടുനിന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ജെൻസൺ ആലപ്പാട്ട് ആവശ്യപ്പെട്ടു. CJP നടത്തുന്ന സമരത്തിന് എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കാലം സാക്ഷി ചരിത്രം സാക്ഷി കാലം സാക്ഷി ചരിത്രം സാക്ഷി ഏകാധിപതികൾ വീണടിയും ഏകാധിപതികൾ വീണടിയും ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് PDP സിന്ദാബാദ് മധ്യദൈക്യം സിന്ദാബാദ് മധ്യദൈക്യം സിന്ദാബാദ് ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ മാർഗത്തിൽ ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്യും വിദ്യാർത്ഥികളെ സമരം ചെയ്യും വിദ്യാർത്ഥികളെ RSS ഗുണ്ടകളാൽ RSS ഗുണ്ടകളാൽ അടിച്ചൊതുക്കും സർക്കാരെ അടിച്ചൊതുക്കും സർക്കാരെ മാപ്പില്ല 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 മോഡി സർക്കാർ തുലയട്ടെ മോഡി സർക്കാർ തുലയട്ടെ ഇൻകുലാബ് സിന്ദാബാദ്. വീണ്ടും അക്രമകരമായ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാവി തലമുറയെ കച്ചു തോർക്കുന്ന രീതിയിലേക്കാണ് ഇന്നൂടെ സമരങ്ങൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. RSSന്റെ കിരാതമായ നടപടികളാണ് ഇന്ന് രാജ്യം മുഴുവൻ കൊണ്ടാടുന്നത്. എന്ത് പ്രതിഷേധ സമരങ്ങളുണ്ടായാലും അവിടെ ആ പ്രതിഷേധ സമരങ്ങളെ അടിച്ചൊതുക്കാൻ പോലീസിനോടൊപ്പം ചേർന്ന് ആ സമരങ്ങളെ കച്ചു തകർക്കാൻ നോക്കുന്നത് RSSകാരാണ്. പോലീസുകാരായ RSSകാരും ശരിക്കുള്ള RSSകാരും കൂടി ചേർന്നാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്ന സമരങ്ങളെ കച്ചു തകർക്കുന്നത്. ഇവിടെ വരും തലമുറയ്ക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുവാനുള്ള സാഹചര്യമാണ് ഇന്നിവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം തകരുന്ന രീതിയിലാണ്. ഇത് നമുക്കറിയാം. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും അതുപോലെ തന്നെ സിനിമാ താരങ്ങളും ഒരുപാട് വ്യക്തികൾ ഇന്ന് നമ്മുടെ ഈ പാറ്റക്കൂട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ മുന്നിലേക്ക് വരുന്നത്? രാജ്യത്ത് നടക്കുന്ന ആ കിരാത വാഴ്ച, അതായത് മോഡി സർക്കാരിന്റെ വളരെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയാണ് ശക്തമായ സംസാരങ്ങൾ നടക്കുന്നത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദളിത് വിഭാഗക്കാരനായ വേടൻ പോലും ഇന്ന് എറണാകുളത്ത് പരിപാടി നടത്തുന്നു. അത് വലിയൊരു പ്രതിഷേധമാണ് കാണുന്നത്. രാജ്യം മുഴുവൻ അലയടിക്കുന്ന പ്രതിഷേധങ്ങൾ. ഈ പ്രതിഷേധത്തിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. അതിനുവേണ്ടി ഇന്ന് തൃശൂർ ജില്ലയിലെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ ആളുകൾ എത്രയുണ്ടോ എന്ന് നോക്കലല്ല, ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു വിചാരമുണ്ട്. ഇവരെ എന്തുകൊണ്ട് ഇവിടെ ഒന്ന് അവസാനിപ്പിക്കുന്നു? സമാധാനത്തിന്റെ മാർഗമാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അബ്ദുൽ നാസർ മദനി. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കറക്റ്റായിട്ടുള്ള ഒരു നിർദ്ദേശം കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ സമാധാനത്തിന്റെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. അക്രമകരമായ രാഷ്ട്രീയങ്ങളും ആ രീതിയിലേക്ക് ഞങ്ങൾക്ക് മാറുവാൻ കഴിയാഞ്ഞിട്ടല്ല എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരിക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് SFI ലോക് ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിയിലും തൃശൂരിലും ആലപ്പുഴയിലും സംഘർഷമുണ്ടായി. തൃശൂരിൽ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് BSNL ഓഫീസ് പരിസരത്ത് വെച്ച് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI ജില്ലാ സംസ്ഥാന നേതാക്കളാണ് നേതൃത്വം നൽകിയത്.
രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരക്കാരെ അടിച്ചോടിച്ചിട്ടും അവഗണിച്ചിട്ടും ആക്രമിച്ചിട്ടും കൂടുതൽ കരുത്തോടുകൂടി സമരപ്പന്തലിലേക്ക് ആർത്തിരമ്പി വരുന്ന പതിനായിരങ്ങളെയാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI എല്ലാ കാലത്തും കേരളത്തിലെ ഭരണകക്ഷിയുടെ കൊടിയുടെ അടയാളം നോക്കാതെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കളക്ടറേറ്റ് മാർച്ചുകൾ, മറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത, രാജ്യത്തെ പ്രത്യേക സാഹചര്യം, ഈ വിദ്യാർത്ഥി വിരുദ്ധ സമീപനം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് ഈ മാർച്ച് ഞങ്ങൾ മാറ്റിയത്. ആ ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം എത്തിയെ പിരിച്ചുവിടുക. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ കോക്രോച്ച് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിലും കള്ളക്കേസുകൾ എടുത്തതിലും പ്രതിഷേധിച്ച് CJPക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ഏകദിന കൂട്ട ഉപവാസം BSNL മുൻപിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ അധ്യക്ഷനായി. സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാജു കാവുങ്കൽ, ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, വിൽസൺ കല്ലൻ, ജോസഫ് ജോർജ്, റോയ് പുറനാട്ടുകര, ജിജിമോൻ മാപ്രാണം, ലോറൻസ് മങ്കര, അഷ്റഫ് ഗുരുവായൂർ എന്നിവർ ഉപവസിച്ചു. ബിന്നി പൊന്തേക്കൻ, പോളി ഫ്രാൻസിസ്, സതീഷ് ഗുരുവായൂർ, ശശീന്ദ്രൻ കൈപ്പമംഗലം എന്നിവർ നേതൃത്വം നൽകി. KPCC ആഹ്വാനപ്രകാരം ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഡൽഹിയിൽ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഒല്ലൂക്കരയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബഷീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ, കൌൺസിലർ ശ്യാമള മുരളീധരൻ, സിൻഡോമോൾ സോജൻ, VM സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ, CA ജോസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു ബെന്നി, മണ്ഡലം ഭാരവാഹികളായ K സുധാകരൻ, പ്രിൻസ് പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. ഒരു പ്രധാനമന്ത്രിയെയും അതിലും ദയനീയമായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെയുമാണ് നമ്മൾ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ജന്തർ മന്ദിറിൽ ഉൾപ്പെടെ വലിയ വിദ്യാർത്ഥി യുവജന മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളെ, വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി നരേന്ദ്രമോദി സർക്കാരിന്റെ ഡൽഹി പോലീസ് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിക്രൂരമായി വിദ്യാർത്ഥികളെ ഉൾപ്പെടെ, യുവതി യുവാക്കളെ ഉൾപ്പെടെ അവരെ ലാത്തി കൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഡൽഹി പോലീസിനെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിദയനീയമായ കാഴ്ചയാണ്. അവരാരുടെയും ആഹ്വാനമില്ലാതെയാണ് തടിച്ചുകൂടിയത്. അവരാരുടെയും ആഹ്വാനമില്ലാതെയാണ് പ്രതിഷേധത്തിനൊരുങ്ങിയത്. നേരത്തെ അവർക്ക് ഒരു രാഷ്ട്രീയ കക്ഷികളെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷേ സമരം മുന്നോട്ട് പോയപ്പോൾ ആ ശക്തി ഇന്ത്യയൊട്ടാകെ തിരിച്ചറിഞ്ഞു. നമ്മുടെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ മല്ലികാർജുന ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാലും ഉൾപ്പെടുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ചിത്രം മാറി മറിഞ്ഞു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഏകപക്ഷീയമായി സമരത്തെ തല്ലിയൊതുക്കിയ നരേന്ദ്രമോദി സർക്കാർ അന്താളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഞാനും നിങ്ങളും കണ്ടത്. സത്യത്തിൽ അന്താളിച്ചു നിൽക്കുന്ന കാഴ്ച. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP-മാരും കോൺഗ്രസിന്റെ നേതാക്കളും കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ MP-മാരും നമ്മുടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള
നമ്മുടെ നേതാക്കൾ കൊടിക്കുന്നിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ ആ പ്രധാനമന്ത്രിയുടെ കല്യാൺ മാർഗിലുള്ള വസതിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുന്ന വലിയ സമര കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങളോ പകച്ചുപോയ ഒരു സമരമായിരുന്നു അത്. പ്രധാനമന്ത്രിക്ക് വസതിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സമരം. രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിച്ച സംഘികൾക്ക് കനത്ത മറുപടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്തത്. സ്വന്തം ഔദ്യോഗിക വസതിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം കല്യാൺ മാർഗിലെ പാത, ആ റോഡ് പിക്കറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു. ആ സമരത്തെ പുച്ഛിച്ചു തള്ളാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും കഴിഞ്ഞില്ല. ഏകപക്ഷീയമായി ആരും ചോദിക്കാനില്ലാത്ത സാഹചര്യത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ, യുവാക്കളെ തല്ലിച്ചതച്ച പോലീസിനും നരേന്ദ്രമോദി സർക്കാരിനും ഈ സമരത്തിനോട് ആ രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞില്ല, കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ സമരം ചെയ്ത നേതാക്കളെ ക്രൂരമായി കൈകാര്യം ചെയ്യാൻ ഡൽഹി പോലീസ് മുതിർന്നു. ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേക ദൂതനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി ജിതേന്ദ്ര സിംഗ് സമര രംഗത്തേക്ക് വന്നു. നിങ്ങൾ ദയവ് ചെയ്ത് സമരം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കൈകൂപ്പി യാചിക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായാണ് പ്രധാനമന്ത്രിയുടെ ചുമതലയുള്ള ആ കേന്ദ്രമന്ത്രി വന്നത്. കൈകൂപ്പി യാചിക്കുന്നു, ദയവ് ചെയ്ത് സമരം അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി വഴങ്ങിയില്ല. കൃത്യമായും നരേന്ദ്രമോദി ഈ സമരത്തെ അഭിസംബോധന ചെയ്യണം, ഈ പ്രശ്നങ്ങളോട് പ്രതികരിക്കണം. വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യ കണ്ടെത്തിയ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരാജയമായ ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ദൂതനായി വന്ന ആ കേന്ദ്രമന്ത്രിയോട് ആജ്ഞാപിച്ചു, അഭ്യർത്ഥിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. ഇന്ന് പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധവുമായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് അംഗങ്ങൾ എത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സർക്കാർ വഴങ്ങിയില്ല, നമ്മളും വഴങ്ങിയില്ല. പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങൾ, പ്രതിപക്ഷ കക്ഷികളുടെ പാർലമെന്റ് അംഗങ്ങൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ ഉയർത്തി. ഇപ്പോൾ ഇതാ ചർച്ചയ്ക്ക് വഴങ്ങിയെന്ന് പാർലമെന്റിൽ സ്പീക്കർ അറിയിച്ചിരിക്കുന്നു. ഈ പ്രശ്നം ഇതുകൊണ്ടും തീരില്ല. തിരുവനന്തപുരം നഗരത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖരനു നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. നടുവിലാലിൽ നിന്ന് ആരംഭിച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധ യോഗത്തിൽ ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. ബി.ജെ.പി. മേഖലാ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്രമന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യ പദവിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ സമീപകാല പെരുമാറ്റം ചരിത്രത്തിൽ കാണാത്ത വിധം തരം താഴ്ന്നതാണെന്ന് രവികുമാർ ഉപ്പത്ത്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം യോജിക്കാത്ത നടപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേതാക്കളായ എൻ.ഡി. ഡിവിജ്, പ്രിയ അനിൽ, പ്രസീദ് ദാസ് തുടങ്ങിയവരും നേതൃത്വം നൽകി. എന്താ ഡിമാൻഡ്? അടുത്ത ഡിമാൻഡ് പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം രാജിവെച്ചാൽ പോരാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നീറ്റിന്റെ പേരിൽ പൊതുസമൂഹത്തിൽ ആൾക്കാരൊക്കെ വിചാരിച്ചു നീറ്റിന്റെ പേരിലല്ലേ എന്ന്. നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ചർച്ചകൾക്കും തയ്യാറാണെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ അടുത്ത ഡിമാൻഡ്. വാർത്തകളിനി ഇടവേളയ്ക്കു ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥി സമൂഹത്തെ ഒഴിവാക്കി മോദി ഭരണത്തിന് മുന്നോട്ടു പോകാനാകില്ലെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഒഴിവാക്കി മോദി ഭരണത്തിന് അധികകാലം മുന്നോട്ടു പോകാനാകില്ല. വിദ്യാഭ്യാസത്തിന്റെ മഹത്വമറിയാത്ത ഭരണാധികാരികളാണ് സമകാലിക ഭാരതത്തിൽ നടക്കുന്ന അനീതികൾക്ക് പിറകിലെന്നും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരത്തിൽ നിന്ന് ആരും പിന്നോട്ടു പോകില്ലെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ മഹത്വമറിയാത്ത ഭരണാധികാരികളാണ് സമകാലിക ഭാരതത്തിൽ നടക്കുന്ന അനീതികൾക്ക് പിറകിലെന്നും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ കൂട്ടിച്ചേർത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ രാമനാഥൻ, വത്സല ബാബുരാജ്, സാജൻ ജോർജ്, കെ സുമേഷ്, സുനിത വിനു, രാമചന്ദ്രൻ പുതൂർക്കര, ശ്രീലാൽ ശ്രീധർ, ഹരിത് ബി കല്ലൂപാലം, കെ ജി ഉണ്ണികൃഷ്ണൻ, എം എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ബിജെപി ജില്ലാ കാര്യാലയത്തിലേക്ക് ചാക്കിൽ പണം എത്തിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സിപിഐ. തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 25 കോടിയോളം രൂപ 17 ചാക്കുകളിലാക്കി ബിജെപി തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ എത്തിച്ചതായി മുൻ ഓഫീസ് സെക്രട്ടറി അക്ഷയ് നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണ്. തൃശൂർ ജില്ലയിൽ വ്യാപകമായും നിയമസഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ബിജെപിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഒഴുക്കിയത് സംബന്ധിച്ച് സിപിഐയും LDFും ഉന്നയിച്ച പരാതി ശരിയായിരുന്നു എന്ന് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നു. ഓഫീസിലെ CCTV ക്യാമറകൾ നിർബന്ധിച്ച് ഓഫ് ചെയ്യിപ്പിച്ചു എന്നാണ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതുപോലെ കേരളത്തിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നതിനായി ബിജെപി വൻതോതിൽ കള്ളപ്പണം ഒഴുക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ നിയോജക മണ്ഡലത്തിലെ ഒളരിയിൽ സൂപ്പർമാർക്കറ്റിലും കാച്ചേരിയിലെ അച്ചാർ നിർമ്മാണ കമ്പനിയിലും ബിജെപി നേതാക്കളുടെ നേതൃത്വത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ അനധികൃത ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കിയ സംഭവത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപി നേതാക്കൾ ഉൾപ്പെട്ട കൊടകര കുഴൽപ്പണ കേസിലും ED കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. ഇപ്പോൾ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരും സമഗ്രമായ അന്വേഷണത്തിന് ഇത് വിധേയമാക്കണമെന്നും ബിജെപി നേതാക്കൾക്കെതിരെ ED കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് ആവശ്യപ്പെട്ടു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിനു കീഴിലെ വീരോലിപ്പാടം സെന്റ് അൽഫോൻസ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ഇടവക വികാരി ഫാദർ ജോജോ എടത്തിരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജൂബി ചിറമൽ അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സെലസ്റ്റി, സിസ്റ്റർ ജിൻസി മരിയ, കേന്ദ്രസമിതി സെക്രട്ടറി ജോണി ചിറ്റിലപ്പിള്ളി, കൈക്കാരൻ ജോൺ കല്ലിയേൽ, ഭാരവാഹികളായ സോജി ജോബി, നവീൻ തോമസ്, രാഗി ബാബു, സൈമൺ പുഞ്ചയിൽ, രമ്യ നീലങ്കാവിൽ, ഷീല ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും സ്നേഹവിരുന്നും നടന്നു. ജൂലൈ 23 BMS 72ാം സ്ഥാപന ദിനം ആഘോഷിച്ചു. BMS സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മേഖലയിലെ 75 സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് യൂണിറ്റിൽ BMS തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി AC കണ്ണൻ, യൂണിറ്റ് സെക്രട്ടറി A ബാബു എന്നിവർ പങ്കെടുത്തു. മേഖലാ സെക്രട്ടറി PV വിനോദ് കുമ്പളങ്ങാട് സെന്ററിലും മേഖലാ പ്രസിഡന്റ് KM റജി കല്ലമ്പാറ ജനറൽ യൂണിറ്റിലും പതാക ഉയർത്തി. ജാസ്മിൻ റജി, MK സോമൻ എന്നിവരും പങ്കെടുത്തു.
വടക്കാഞ്ചേരി മേഖലാ ഭാരവാഹികളായ എം ജയപ്രകാശ് പുന്നംപറമ്പ്, AR ഭരതൻ ഓട്ടുപാറ, PK രാധാകൃഷ്ണൻ കാഞ്ഞിരക്കോട്, AC കണ്ണൻ മുണ്ടത്തിക്കോട്, PL സുന്ദരഗണേശൻ മെഡിക്കൽ കോളേജ്, MK സോമൻ അഞ്ചൂട്ടി, പ്രവർത്തക സമിതി അംഗങ്ങളായ KG രവീന്ദ്രൻ കൂടക്കുഴി, A ദിബിൻ കുന്നത്തേരി, മനോജ് TS എരുമപ്പെട്ടി, വിദ്യാസാഗർ കുമ്പളങ്ങാട്, KC ബാബു മുളകുന്നത്തുകാവ്, VC ഷാജി വിരുപ്പാക്ക, ഐശ്വര്യദേവി കൊടുമ്പ് തുടങ്ങിയ വിവിധ യൂണിറ്റിലും BMS പതാക ഉയർത്തി. പീച്ചിയിൽ ഭൂചലനമുണ്ടായ പ്രദേശം ജില്ലാ കളക്ടറും സംഘവും സന്ദർശിച്ചു. വിശദമായ പഠനം നടത്താൻ നാഷണൽ സെന്റർ ഫോർ G വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. ഭൂചലനമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളുടെ ലഘുലേഖകൾ വിതരണം ചെയ്യും. പീച്ചി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഭൂചലനമുണ്ടായ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സംഘവും സന്ദർശനം നടത്തി. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി വിഭാഗം മേഖലയിലെ സ്ഥിതിഗതികൾ വിശദമായി പഠിക്കണമെന്നാവശ്യപ്പെട്ട് KSDMAക്ക് കത്ത് നൽകിയതായി കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. തുടർച്ചയായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ശക്തമായ ഭൂചലനം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്നത് സംബന്ധിച്ച ബോധവൽക്കരണം നൽകാൻ ആവശ്യമായ ലഘുലേഖകൾ വിതരണം ചെയ്യും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകളുടെ റിപ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫീസർ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ KA നസിയ, ജൂനിയർ സൂപ്രണ്ട് MS മുരളി, തഹസിൽദാർ സനൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ ലിജു ആന്റണി, റിസാർഡ് അനലിസ്റ്റ് ഡെസി, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺലാൽ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ്, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, സ്ഥിരം സമിതി അധ്യക്ഷ സീന വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ഷാജി, ആര്യ ശരത്, ജോജോ കണ്ണാറ, പൊതുപ്രവർത്തകരായ ബാബു തോമസ്, ഷാജി പീച്ചി, ഷൈജു കുര്യൻ, കുര്യാക്കോസ്, തങ്കായി കുര്യൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഈ പീച്ചി ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ചെറിയ ട്രെമർ രൂപപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വീടുകളിൽ ഇവിടെ വിള്ളലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫുൾ ടീം വിള്ളലുണ്ടായ വീടുകളൊന്ന് കാണാനായിട്ട് ഇന്ന് വിസിറ്റിന് ഇവിടെ എത്തിയതാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അടക്കം ബാക്കിയുള്ള ജനപ്രതിനിധികളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ കോമ്പൻസേഷന്റെ കാര്യത്തിലാണെങ്കിൽ വിള്ളലുകൾ സംഭവിച്ച വീടുകളുടെ റിപ്പോർട്ട് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും ചേർന്നെടുക്കുന്നത് നമ്മൾ കോമ്പൻസേഷനായിട്ട് ഗവൺമെന്റിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണ ഈ ഒരു ട്രെമർ ഫീൽ ചെയ്തതുകൊണ്ട് നമ്മൾ നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയിൽ നിന്നും ഇത് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമെന്നും പഠനം ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ KSDMAക്ക് കത്ത് നൽകിയിട്ടുണ്ട്. KSDMAയുടെ ആളുകളുമായി രാവിലെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരപ്പോൾ അതിനുള്ള കത്തുകൾ നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ട്രെമേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ തുറസായ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. നിലവിൽ എർത്ത് പോലുള്ള ഒരു സംഗതി നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ടെക്നിക്കലി നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ട്രെമേഴ്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച ബ്രോഷറും കാര്യങ്ങളും നമ്മൾ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും സ്കൂളുകളിലും വിതരണം ചെയ്യുന്നതാണ്. ജില്ലാ കളക്ടർ പീച്ചി ഡാം സന്ദർശിച്ചു. മേഖലയിൽ തുടർച്ചയായി ഭൂചലനവും ഭൂമിക്കടിയിലെന്ന മുഴക്കവും കേൾക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പീച്ചി ഡാം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ ചെറിയ പ്രകമ്പനങ്ങളിൽ ഡാമിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയില്ല എന്നും ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ രേഖപ്പെടുത്താനുള്ള സംവിധാനം ഡാമിനകത്ത് ഉണ്ട് എന്നും ഇറിഗേഷൻ വിഭാഗം കളക്ടറെ അറിയിച്ചു. മഴ കുറവായ സാഹചര്യത്തിൽ സംഭരണിയിലെ ജലനിരപ്പ് കുറവായതിനാൽ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ ഇറിഗേഷൻ വിഭാഗം ആവശ്യപ്പെട്ടു. ഡാമിൽ നിന്ന് പഞ്ചായത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ജലനിധി പദ്ധതി താറുമാറായി കിടക്കുകയാണെന്നും ജൽജീവൻ മിഷൻ പദ്ധതി വഴി കുടിവെള്ള വിതരണം നടക്കുന്നില്ല എന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഡാം സ്ഥിതി ചെയ്യുന്ന പാണഞ്ചേരി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പര്യാപ്തമായ അളവിൽ കുടിവെള്ളം ലഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണം. ഡാമിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും വികസന പ്രവർത്തനങ്ങൾ നടത്തി സഞ്ചാരികളെ ആകർഷിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ കളക്ടറോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ്, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺലാൽ, സ്ഥിരം സമിതി അധ്യക്ഷ സീന വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ ആര്യ ശരത്, ജോജോ കണ്ണാറ എന്നിവരും സന്ദർശനം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. മറ്റൊരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ 6ാം ദിവസവും വർധന. തുടർച്ചയായി 6ാം ദിവസവും വില ഉയർന്നതോടെ ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയും വർദ്ധിച്ചു. വിപണിയിൽ 1 ഗ്രാം സ്വർണത്തിന് 13,500 രൂപയും പവന് 1,80,000 രൂപയുമായിട്ട് വില ഉയർന്നു. ജൂലൈ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പൾസും മൊബൈലും മോഷ്ടിച്ച് ATM കാർഡ് മുഖേന 1 ലക്ഷത്തിനടുത്ത് തുക പിൻവലിച്ചയാൾ പിടിയിൽ. കേസിലെ പ്രതി തൃശൂർ ജയ്ഹിന്ദ് മാർക്കറ്റ് സ്വദേശി ബാബു ആണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ചെമ്പുക്കാവ് പരിസരത്ത് വെച്ച് മുക്കാട്ടുകര സ്വദേശിയുടെ പേഴ്സും മൊബൈൽ ഫോണുമാണ് മോഷണം പോയത്. പിന്നീട് ATM കാർഡ് ഉപയോഗിച്ച് 96,400 രൂപ പിൻവലിച്ചു. ഈസ്റ്റ് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ജയ്ഹിന്ദ് മാർക്കറ്റ് പരിസരത്ത് നിന്ന് പ്രതിയെ പിടികൂടിയത്. ചിറ്റിശ്ശേരി മടവാക്കരയിൽ 89 വയസ്സുകാരനായ കൃഷ്ണനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിലായി. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് 89കാരനായ പിതാവിനെ മകൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. തനിച്ചു താമസിച്ചിരുന്ന ചിറ്റിശ്ശേരി മടവാക്കര പൊലിയെടുത്ത് പറമ്പിൽ വീട്ടിൽ കൃഷ്ണൻ എന്നയാളെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത പറമ്പിൽ താമസിക്കുന്ന ഇളയ മകൻ രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. ചെങ്ങാലൂരിലുള്ള മൂത്ത മകൻ മുരളീധരൻ പിതാവിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. മടവാക്കരയിലുള്ള വീട്ടിലെത്തിയ മുരളീധരൻ അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പുതുക്കാട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വീട് തുറന്ന് നടത്തിയ പരിശോധനയിലാണ് കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് തലയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും കൊലപാതകമാണെന്നും വ്യക്തമായത്. ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവ് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിനുള്ള കാരണം. സംഭവ ദിവസം രാവിലെ പത്രവിതരണത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ രാധാകൃഷ്ണൻ വീടിന്റെ മുകൾ നിലയിലൂടെ അകത്ത് കടന്ന് കൃഷ്ണനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഒല്ലൂർ പത്ര ഏജന്റും എടക്കുന്നി ഡിവിഷൻ കൌൺസിലർ രശ്മി ഉണ്ണികൃഷ്ണന്റെ ഭർത്താവുമായ എടക്കുന്നി വീട്ടിൽ PV ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കോൺഗ്രസ് 29ാം ഡിവിഷൻ വൈസ് പ്രസിഡന്റാണ്. മക്കൾ അമൽ കൃഷ്ണ, അരാക്സ കൃഷ്ണ. സംസ്കാരം പിന്നീട് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP പട്ടികജാതി മോർച്ചയുടെ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ മണ്ണുത്തി, ഒല്ലൂക്കര, പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.